ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയായി വോട്ട് ചെയ്യാനെത്തുന്ന തലമുറക്ക് 10 കൊല്ലം മുൻപത്തെ ദുരനുഭവങ്ങൾ അത്ര കണ്ട് ഓർമ്മയുണ്ടാകണമെന്നില്ല. സമസ്ത മേഖലകളിലും ആ ഘട്ടത്തിൽ മുരടിപ്പിൻ്റെ കാഴ്ചയായിരുന്നു. സമ്പൂർണ്ണ തകർച്ചയാണ് UDF കേരളത്തിന് സമ്മാനിച്ചിരുന്നത്. ആരോഗ്യരംഗം അന്നാണ് വെന്റിലേറ്ററായത്. ഡോക്ടർമാരും മരുന്നുകളും ഇല്ലാതിരുന്ന പൊതുജനാരോഗ്യ സംവിധാനം ആശുപത്രികളുടെ അന്നത്തെ ശോചനീയാവസ്ഥ അത്ര പെട്ടെന്നൊന്നും ആർക്കും മറക്കാൻ പറ്റുന്നതല്ല. 2016 UDF പടിയിറങ്ങുമ്പോൾ ആരോഗ്യമേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം 665 കോടി രൂപയായിരുന്നു. എന്നാൽ LDF ഭരണത്തിലത് 3000 കോടിയിലധികമാക്കി. ആർദ്രം മിഷൻ എന്ന ഒരു മിഷൻ പ്രവർത്തനം അത് ജനകീയ പങ്കാളിത്തത്തോടെ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ഉടച്ചു വാർക്കുന്നതിനാണ് ഇടയാക്കിയത്. ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വൻതോതിലാണ് ഇതിലൂടെ വർദ്ധിപ്പിക്കാനായത്. ആരോഗ്യമേഖലയിൽ ആവശ്യമായ പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനിടയുണ്ടായി. മരുന്ന് ക്ഷാമം പൂർണ്ണമായും ഇല്ലാതാക്കി. സർക്കാർ ആശുപത്രികളെ കൂടുതൽ രോഗീ സൗഹൃദമാക്കി മാറ്റി. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ ആധുനിക സൗകര്യങ്ങളുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി. ആർദ്രം മിഷൻ്റെ ഭാഗമായി 770 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. ലക്ഷ്യമിട്ടിരുന്നത് 886. ബാക്കിയുള്ളവയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതുകൂടാതെ 152 ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ 91 സ്ഥാപനങ്ങളുടെ നവീകരണം പൂർത്തീകരിക്കാനായി. ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പോൾ 5416 എണ്ണമാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ 356 നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളും സജ്ജമാക്കാനായി. ഇതെല്ലാം പുതിയ ഇടപെടലുകളാണ്. ഗ്രാമീണ മേഖലയിലെ ആശുപത്രികൾ ഒരു ഭാഗത്ത് വികസിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളൊരുക്കുന്നു. മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിനു വേണ്ടി പ്രത്യേക മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുന്നു. കോന്നി, ഇടുക്കി, വയനാട് ഈ പുതിയ മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കാനായി മികച്ച സൗകര്യങ്ങൾ ഇവിടങ്ങളെല്ലാം ഒരുക്കി. അതിൻ്റെ ഫലമായി സംസ്ഥാനത്തെ 160-ലധികം ആശുപത്രികൾക്കാണ് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് NQAS
അംഗീകാരം ലഭിച്ചത്. കിഫ്ബിയിലൂടെ 10,000 കോടിയിലധികം രൂപ, നബാർഡിലൂടെ 1000 കോടിയിലധികം രൂപ, ഇതെല്ലാം ആരോഗ്യമേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മാത്രം ചെലവഴിച്ചതാണ്. നമ്മുടെ സംസ്ഥാനത്ത് വന്ന മറ്റൊരു മാറ്റം, താങ്ങാനാവാത്ത ചികിത്സ ചിലതുണ്ടായിരുന്നു. സ്വകാര്യ ആശുപത്രികളിൽ മാത്രം നടത്തി വന്നിരുന്ന ചികിത്സ. എന്നാൽ ഇന്ന് സർക്കാർ ആശുപത്രികളിലും അത്തരം ചികിത്സകൾ നടത്തുകയാണ്. ഇവിടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ 2022 ആരംഭിച്ച് ഇതിനകം 10 കരൾമാറ്റ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ. ഇത് ജില്ലാ ആശുപത്രികളുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബുകൾ ഉണ്ടായിരുന്നില്ല നേരത്തെ. ഇപ്പോൾ എല്ലായിടവും കാത്ത് ലാബ് സ്ഥാപിക്കാനാണ് ലക്ഷ്യമിട്ടത്. 12 ജില്ലകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. പ്രതിമാസം 1500-ലേറെ എൻജിയോപ്ലാസ്റ്റികൾ മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രികളിലും നടക്കുകയാണ്. ഇപ്പോൾ ഡയാലിസിസ് സൗകര്യമുള്ള DHS ആശുപത്രികളുടെ എണ്ണം നേരത്തെ 8 ഇപ്പോഴത് 123 വർദ്ധിച്ചു. ഇന്ന് പ്രതിമാസം 64,000 ഡയാലിസിസുകൾ സർക്കാർ മേഖലയിൽ മാത്രം നടക്കുകയാണ്. ചികിത്സാരംഗത്തെ ചെലവുകൾ സാധാരണക്കാരെ കടക്കണിയിലാക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ആ കടക്കണിയിൽ ആകാതിരിക്കാൻ സമാനതകളില്ലാത്ത ഇടപെടലാണ് സർക്കാർ നടത്തിയത്. സൗജന്യ ചികിത്സാ പദ്ധതിയിലൂടെ നടത്തിയ ചെലവ് പരിശോധിച്ചാൽ UDF കാലത്ത് ഒരു കുടുംബത്തിന് പരമാവധി 30,000 രൂപയുടെ പരിരക്ഷയാണ് ലഭിച്ചിരുന്നത്. LDF സർക്കാർ ഒരു വർഷം 5 ലക്ഷം രൂപയായി ഉയർത്തി. പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങളുടെ എണ്ണം UDF കാലത്ത് 28 ലക്ഷം, LDF കാലം 42.5 ലക്ഷം. 22ഉം 42ഉം തമ്മിലുള്ള വ്യത്യാസം നാം കാണേണ്ടതായിട്ടുണ്ട്. 5 വർഷത്തിൽ UDF ഭരണത്തിൽ ആകെ നൽകിയ സൗജന്യ ചികിത്സ 660 കോടി രൂപയുടേതായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ 5 വർഷം കൊണ്ട് 24,78,000 ആളുകൾക്ക് ആകെ 8,425 കോടിയുടെ സൗജന്യ ചികിത്സ LDF സർക്കാരിന് നൽകാനായി. ഇത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല രീതിയിൽ സൗജന്യ ചികിത്സ നടത്തുന്ന സംസ്ഥാനമാക്കി ഉയർത്തുന്നതിന് സഹായിച്ചതാണ്. സർക്കാരിൻ്റെ ഇത്തരം ഇടപെടൽ കേരളത്തിലെ ജനങ്ങളുടെ ചികിത്സാ ചെലവിൽ 60% കുറവുണ്ടായി എന്നാണ് കേന്ദ്ര ഏജൻസിയായ
NSSO അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. UDF കാലത്ത് 2016 സർവേ പ്രകാരം ഗ്രാമീണ മേഖലയിൽ കുടുംബത്തിൻ്റെ ചികിത്സാ ചെലവ് 17,054 രൂപയായിരുന്നു. നഗരമേഖലയിൽ 23,123 രൂപയായിരുന്നു. എന്നാൽ 2024 എടുത്താൽ ഇതേ NSSO റിപ്പോർട്ട് പ്രകാരം ഇത് ഗ്രാമീണ മേഖലയിൽ 10,929 രൂപയായി. നഗരമേഖലയിൽ 13,140 രൂപയായി കുറയാനുണ്ടായത്. നല്ല കുറവ് ഇതിൽ സംഭവിച്ചുവെന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇതാണ് ജനങ്ങൾ അനുഭവിക്കുന്ന ഇടതുപക്ഷ ബദൽ. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, സൗജന്യ ചികിത്സ, ഇതെല്ലാം ഒരുക്കിയതിൻ്റെ പ്രതിഫലനം സംസ്ഥാനത്തെ ആരോഗ്യ സൂചികകളിൽ വ്യക്തമായി കാണാനാകും. ഇപ്പോൾ മാതൃമരണ നിരക്ക് 2015-16 കാലത്ത് 43 അത് ഇപ്പോൾ 43 സ്ഥാനത്ത് 19 കുറഞ്ഞു. ശിശുമരണ നിരക്ക് നേരത്തെ 12 അത് 5 ചുരുങ്ങി. ഇതാണ് അമേരിക്കയെ നാം കവച്ചു വെച്ചു എന്ന് പറയുന്നത്. അമേരിക്ക 5.6, നമ്മൾ 5. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഈ ഹെൽത്ത് പദ്ധതി 1082 സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ ജനങ്ങളെ കൂടുതൽ വിശ്വസിച്ചുകൊണ്ട് ഇടപെടൽ ഉണ്ടായി എന്നാണ് കാണാൻ സാധിക്കുക. അതിൻ്റെ ഭാഗമായി മറ്റൊരു കണക്കിൽ കാണാൻ സാധിക്കുക, UDF ഭരണത്തിൻ്റെ കാലത്ത് അവസാന വർഷമായ 2015-16 സർക്കാർ ആശുപത്രികളിലെ OP രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 8,30,00,000. എന്നാൽ 24-25 അത് 12,63,00,000 ഉയർന്നു. അതാണ് ആരോഗ്യരംഗത്തെ കണക്കുകൾ കാണിക്കുന്നത്. തകർന്നടിഞ്ഞ ഒരു ഭൂതകാലം, അതിൽ നിന്ന് പ്രത്യാശയുടെയും വികസനത്തിൻ്റെയും പുതിയ തീരങ്ങളിലേക്ക് കേരളത്തെ നയിക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞുവെന്നതാണ് വസ്തുത. നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തുന്ന ഈ ജനകീയ നയങ്ങൾ തുടരേണ്ടതുണ്ട് എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്.